നവംബർ 30 നടന്ന LGS എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് 1, 8, 27, 64, 125 അങ്ങനെ പോകുന്ന ഒരു നമ്പർ സീരീസ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 1 തൊട്ടുള്ള സംഖ്യകളുടെ ക്യൂബ് ആണ് എഴുതിയേക്കുന്നത്. അതായത് 1 എന്ന് പറഞ്ഞാൽ 1ന്റെ ക്യൂബാണ്, 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബാണ്, 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബ്, 64 4ന്റെ ക്യൂബ്, 125 5ന്റെ ക്യൂബ്. അപ്പോൾ അടുത്തത് 6ന്റെ ക്യൂബ് ആയിരിക്കും. 6ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 216 വരും. അപ്പൊ ഓപ്ഷൻ ബി 216 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം വിട്ടുപോയത് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെയും നമുക്കൊരു നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. ഈ ബ്ലാങ്ക് സ്പേസിലെ നമ്പർ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കുക, ആദ്യത്തെ 2 സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ് ഇല്ലേ? ആദ്യത്തെ സംഖ്യ 2 കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ സംഖ്യ കിട്ടുന്നത്. 11 15 എത്രയാണ് ഡിഫറൻസ്? 4 ആണ് അല്ലേ? അപ്പൊ ഇവിടെ 2 കൂട്ടി, ഇവിടെ 4 കൂട്ടി. ഇനി അടുത്തത് എത്ര കൂട്ടണം? 6 കൂട്ടേണ്ടി വരും. അതിനുശേഷം എത്ര കൂട്ടേണ്ടി വരും? 8 കൂട്ടേണ്ടി വരും അല്ലേ? അപ്പോ ഇവിടെ 6 കൂട്ടുമ്പോ 15 + 6 21 കിട്ടും. 21ന്റെ കൂടെ 8 കൂട്ടുമ്പോഴാണ് 29 കിട്ടുന്നത്. 29ന്റെ കൂടെ 10 കൂട്ടുമ്പോഴാണ് 39 കിട്ടുന്നത്. അതായത് 2ന്റെ മൾട്ടിപ്പിൾസ് കൂട്ടി 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 പോവുകയാണ്. ആദ്യം 2 കൂട്ടി, 4 കൂട്ടി, 6 കൂട്ടി, 8 കൂട്ടി, 10 കൂട്ടി, അങ്ങനെ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് നമ്മൾ ഉണ്ടാക്കിയേക്കുവാണ്. അപ്പൊ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ 21 ആണ്. അപ്പൊ ഓപ്ഷൻ ഡി 21 ആണ് റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു മെന്റൽ എബിലിറ്റി ചോദ്യമായിരുന്നു. EYE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 828 ആണ്. ARM = 639 ആണ്. അങ്ങനെയാണെങ്കിൽ EAR എത്രയാണ്? അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഇക്ക് പകരം വന്നേക്കുന്നത് ഇവിടെ 8 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എക്ക് പകരം വന്നേക്കുന്നത് ഇവിടെ 6 ആണ്. ഇവിടെ ആറിന് പകരം വന്നേക്കുന്നത് 3 ആണ്. ഇനി നോക്കുക, ഇവിടെ EAR = ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കുക, EARലെ E ഇവിടെ ഉണ്ട്, A ഇവിടെ ഉണ്ട്, R ഇവിടെ ഉണ്ട്. ഇക്ക് പകരം എനിക്ക് 8 എഴുതാം, എക്ക് പകരം എനിക്ക് 6 എഴുതാം, ആറിന് പകരം എനിക്ക് 3 എഴുതാം. അപ്പൊ 863 EAR = 863 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഓപ്ഷൻ സി 863. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ബാബു എ എന്ന സ്ഥലത്തു നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തി. ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? അപ്പൊ ഡയറക്ഷന്റെ ചോദ്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ പറയുന്നത് ബാബു എ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെടുവാണ്. അങ്ങനെ 6 കിലോമീറ്റർ കിഴക്കോട്ട് പോവുകയാണ്. അപ്പൊ 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. അപ്പൊ 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ പോവുകയാണ്. അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ബിയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തുന്നു. അവിടുന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇപ്പോൾ നിൽക്കുന്ന ഡി എന്ന് പറയുന്ന പോയിന്റും എയുമായിട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഇവിടെ 3 കിലോമീറ്റർ. അപ്പൊ ഇവിടെയും 3 കിലോമീറ്റർ നമുക്ക് കിട്ടും. 3 കിലോമീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 3 കിലോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വരിയിൽ 5ന്റെ സ്ഥാനം മുമ്പിൽ നിന്നും 11ാമത്തെ ആളും പുറകിൽ നിന്നാണെങ്കിൽ 7ാമത്തെ ആളുമാണ്. വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? അപ്പോ നമുക്ക് ഒരു ക്യൂവില് മുമ്പിൽ നിന്ന് ഒരാളുടെ സ്ഥാനവും പിന്നിൽ നിന്നുള്ള സ്ഥാനവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂവിൽ എത്ര ആളുകളുണ്ട്? അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമുക്കറിയാം. മുമ്പിൽ നിന്നുള്ള സ്ഥാനം നമ്മൾ ആദ്യം എഴുതുക. മുമ്പിൽ നിന്നുള്ള സ്ഥാനം 11 ആണ്. പിന്നിൽ നിന്നുള്ള സ്ഥാനം എത്രയാണ്? 7 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുക, എന്നിട്ട് 1 കുറയ്ക്കുക. അപ്പൊ ആ ക്യൂവില് മൊത്തം എത്ര ആളുകളുണ്ട്? അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ 11 + 7 18 -1 17. നമ്മുടെ ആൻസർ 17 ആണ്. ഓപ്ഷൻ ഡി 17 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 2.02 ÷ 202. അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ്? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഈ 2 സംഖ്യകളെ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 202 ÷ 202 എന്ന് കിട്ടുമല്ലോ. 202 ÷ 202 എത്രയാണ്? 1 ആണ്.
ഇനി നിങ്ങൾ ഡെസിമൽ പോയിന്റ് കൊടുക്കുക. ഇവിടെ ന്യൂമറേറ്ററിൽ 2.02 എന്നാണ്. അതായത് ഇവിടെ 1, 2 പ്ലേസ് കഴിഞ്ഞൊരു ഡെസിമൽ പോയിന്റ് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ 2 പ്ലേസ് മാറിയിട്ട് ഡെസിമൽ പോയിന്റ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് 0.01 എന്നൊരു ആൻസർ കിട്ടും. അതായത് 0.01. ഇനി നിങ്ങൾ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 0.01 എന്നൊരു ഓപ്ഷൻ കാണത്തില്ല, 0.010 എന്നൊരു ഓപ്ഷനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 0.01 എന്ന് പറഞ്ഞാലും 0.010 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പം ഇവിടുത്തെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 0.010 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, x/y = 4:3, y/z = 6:5. അങ്ങനെയാണെങ്കിൽ x/z എത്ര? അപ്പോൾ ഈ തുടർച്ചയായിട്ട് വരുന്ന ആൽഫബറ്റ്സ് റേഷ്യോ ആയിട്ട് തരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇപ്പോ x/y അത് കഴിഞ്ഞ് y/z എന്ന് തരും. എന്നിട്ട് ഈ ആദ്യത്തെ എക്സും അവസാനത്തെ ഇസഡും റേഷ്യോ എത്രയാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പൊ a/b ഒരു റേഷ്യോ തരും, b/c വേറൊരു റേഷ്യോ തരും, c/d ഒരു റേഷ്യോ തരും. എന്നിട്ട് a/d എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഈ തന്നേക്കുന്ന റേഷ്യോ നിങ്ങൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് x/z കിട്ടും. അതായത് ഇവിടെ 4:3 അല്ലേ, അതിനെ 4/3 എന്ന് എഴുതുക, ഇൻറ്റു 6:5നെ 6/5 എന്ന് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 6 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 24 കിട്ടും. 3 × 5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15 കിട്ടും. അപ്പോൾ 24:15 ഓപ്ഷൻ ഡി. അപ്പൊ 24:15 ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതിന് ഇനിയും വെട്ടി ചെറുതാക്കി കൂടെ. അതായത് 3നെയും 6നെയും നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഇവിടെ 2 എഴുതാം. 4 × 2 8/5. ഇതിന്റെ ആൻസർ 8/5 അല്ലേ എന്നൊരു സംശയം തോന്നാം. അപ്പൊ ഓപ്ഷനിലെ ആൻസർ എന്താണ്, ആ രീതിയിൽ നിങ്ങൾ ആക്കിയെടുക്കുക. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? അപ്പൊ 12 മണി 12:15 ആകാൻ 15 മിനിറ്റ് കഴിയണം. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എത്ര സെക്കൻഡ് കഴിയണമെന്നാണ്. നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? 15 × 60 സെക്കൻഡ് ആണ്. അപ്പൊ 15 × 6 90, ഒരു 0 കൂടെ ചേർത്ത് 900 സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും. ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി 900 സെക്കൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. 4 വർഷം മുമ്പ് അത് മകന്റെ പ്രായത്തിന്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിന്റെ പ്രായം എത്ര? അപ്പൊ ഞാൻ അബുവിന്റെ പ്രായത്തിന് എ എന്നും മകന്റെ പ്രായത്തിന്റെ സൺ എസ് എന്നും ഞാൻ കൊടുക്കുവാണ്. നിലവിൽ അബുവിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ മകന്റെ പ്രായം എക്സ് ആണെങ്കിൽ അബുവിന്റെ പ്രായം 4x ആണ്. ഇനി 4 വർഷം മുമ്പുള്ള പ്രായമാണ് അടുത്ത ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പൊ 4 വർഷം മുമ്പ് അബുവിന്റെ പ്രായം എങ്ങനെ എഴുതാതിരിക്കും? 4x - 4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ മകന്റെ പ്രായമോ x - 4 എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ 4 വർഷം മുമ്പ് അബുവിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ മകന്റെ പ്രായത്തിന്റെ 7 മടങ്ങാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ x - 4നെ × 7 ഞാൻ ചെയ്യണം. അപ്പൊ നമുക്ക് എന്തെഴുതാം? 4x - 4 = എത്ര വരും? 7 × x - 4 എന്ന് വരില്ല. എന്തോ 7 × x 7x -7 × 4 28. ഇനി ഇത് നിങ്ങൾ താഴോട്ടങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പൊ ഈ 4x ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്, 28 ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുവാണ്. അപ്പോ ഇവിടെ 28 - 4ഉം ഈ 4x ഇങ്ങോട്ട് വരുമ്പോ 7x - 4x ആവും. അപ്പൊ 28 - 4 24 = 7x - 4x 3x. അപ്പൊ x = 24/3 = 8 എന്ന് കിട്ടും. അപ്പൊ x 8. അതായത് മകന്റെ പ്രായം 8 ആണെങ്കിൽ അബുവിന്റെ പ്രായം എന്താണ്? 4 × 8 32 എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ ബി 32 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഒരു മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. അതായത് 3 ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. 3 ട്രയാങ്കിളിന്റെയും 3 കോർണറുകളിലായിട്ട് 3 സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ നടുക്കും ഒരു സംഖ്യ എഴുതിയിട്ടുണ്ട്. ഇനി അവസാനത്തെ ത്രികോണത്തിലെ ഒരു കോർണറിലുള്ള സംഖ്യ അവിടെ കൊടുത്തിട്ടില്ല. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ 3 കോർണറുകളിലുള്ള സംഖ്യകൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അതായത് 3 × 8 24, 24 × 4 96. ആ 96 ആൻസർ ആണ് അതിന്റെ നടുക്ക് എഴുതിയിട്ടുള്ളത്. എല്ലാ ത്രികോണങ്ങളിലും അതുപോലെയാണ്. ഇവിടെ നോക്കുക, 6 × 4 24, × 1 24 തന്നെയാണ്. അടുത്ത ട്രയാങ്കിളില് 8 × 9 ചെയ്യുമ്പോൾ 72 കിട്ടും. ഇനി 72നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 72 കിട്ടും?
1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി 1 ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. അത് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.